നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കറുത്ത വസ്തുവാണ് ബ്ലാക്ക് ബോഡി, അല്ലേ? അപ്പോൾ നമ്മൾ ഫിസിക്സിൽ പക്ഷേ കുറച്ചും കൂടി ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കറുത്ത വസ്തു മാത്രമല്ല. അപ്പോൾ നമ്മൾ ഇത് പറയുന്നതിന് മുമ്പ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മൾ എല്ലാ വസ്തുക്കളും എല്ലാ ടെമ്പറേച്ചറിലും റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഉദാഹരണത്തിന് നിങ്ങളുടെ മുന്നിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? നിങ്ങളുടെ ആ നോട്ട്ബുക്ക് ഇരിക്കുന്നതിൻ്റെ സറൗണ്ടിങ്സിൻ്റെ അതേ ടെമ്പറേച്ചർ തന്നെയാണ്, അതാണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്നിട്ട് ഈ നോട്ട്ബുക്ക് ലൈറ്റിലാണ് വെച്ചേക്കുന്നത്. അപ്പം ലൈറ്റ് എനർജി എൻ്റെ മണ്ടയ്ക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ആ എനർജി എല്ലാം അത് അബ്സോർബ് ചെയ്യുകയാണ്. അത് അബ്സോർബ് ചെയ്ത് അങ്ങനെ ഇരുന്നാൽ മതിയോ? അങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് പറ്റും? അതിൻ്റെ ടെമ്പറേച്ചർ കൂടണം. പക്ഷെ നമ്മൾ അങ്ങനെ കാണുന്നില്ല. അതിൻ്റെ ടെമ്പറേച്ചർ സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ തന്നെയാണ്, സറൗണ്ടിങ്സുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ കിട്ടുന്ന എനർജി എല്ലാം അതെങ്ങനെയും ഒന്ന് റേഡിയേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം എല്ലാ വസ്തുക്കളും എല്ലാ ടെമ്പറേച്ചറിലും റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഏത് ടെമ്പറേച്ചറിലാണ് ഏത് റേഡിയേഷനാണ് ഡോമിനേറ്റ് ആവുക എന്നുള്ളതിനൊരു ഡിപ്പെൻഡൻസ് ഉണ്ട്. അതായത് റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ ഇൻഫ്രാറെഡ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുക. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഫ്രീക്വൻസി മാറും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇരുമ്പ് ചൂടാക്കുന്നത്, ആലയിൽ ഇരുമ്പ് ചൂടാക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇരുമ്പിൻ്റെ സാധാരണ കളർ എന്താണ്? ഒരു ഡൾ ഗ്രേ കളറാണ്. അപ്പം അതൊന്ന് ചൂടാക്കുമ്പോഴേക്കും ആദ്യമേ അതെന്താണ്? വളരെ ഡള്ളായിട്ടാണ്, ഡൾ ഗ്രേ ആണിരിക്കുക. കുറച്ച് ചൂടാകുമ്പോഴേക്കും അതിനൊരു ചെറിയ ചുവപ്പ് രാശിയൊക്കെ വരും. എന്നിട്ട് അതിങ്ങനെ ചൂടാക്കി വരുമ്പോഴേക്കും നല്ല ബ്രൈറ്റ് റെഡാകും. കുറച്ചും കൂടെ ചൂടാകുമ്പോഴേക്കും അത് ഓറഞ്ച് ആകും. അപ്പോൾ ആലയിൽ പോയിരുന്ന അത്രയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴേക്കും അതിനകത്തുനിന്ന് നമുക്ക് എന്താ മനസ്സിലാവണേ? നമുക്ക് മനസ്സിലാവുന്നത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ആദ്യം എന്താണ്? ബ്രൈറ്റ്നസ് കുറവായിരുന്നു, ഡള്ളായിരുന്നു. പിന്നെ ബ്രൈറ്റ്നസ് കൂടി. ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കും ആദ്യം റെഡൊക്കെ ആയിരുന്നു, പിന്നെ ഓറഞ്ചായി, എന്ന് വെച്ചാൽ ഫ്രീക്വൻസി കൂടി. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷനും നമുക്ക് അറിയാം. ഇനിയിപ്പം നമുക്ക് ബ്ലാക്ക് ബോഡിയുടെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് ആൻ ഐഡിയൽ ബോഡി വിച്ച് ഈസ് അറ്റ് തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ്സ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അത് എല്ലാ റേഡിയേഷനെയും അബ്സോർബും റീഎമിറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് എ ഗുഡ് അബ്സോർബറുമാണ് ആസ് വെൽ ആസ് ആൻ എമിറ്റർ ഓഫ് റേഡിയേഷൻ ഓഫ് ഓൾ ഫ്രീക്വൻസിയാണ്. ഇനിയിപ്പം ഒരു എക്സ്പെരിമെൻ്റൽ അപ്രോക്സിമേഷൻ ഓഫ് എ ബ്ലാക്ക് ബോഡി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ചേംബർ കൺസിഡർ ചെയ്യുക. എന്താണ്? അതിൻ്റെ വാൾസൊക്കെ ഇൻസുലേറ്റിംഗ് വാൾസാണ്. ഇൻസുലേറ്റിംഗ് വാൾസ് ഉള്ള ഒരു ചേംബർ കൺസിഡർ ചെയ്യുകയാണ്. എന്നിട്ടൊരു കുഞ്ഞ് ക്യാവിറ്റിയാണ് അതിനുള്ളത്. ആ ക്യാവിറ്റി കൂടെ മാത്രമേ നിങ്ങളുടെ റേഡിയേഷൻ എസ്കേപ്പ് ആവാനും ഒക്കെ പറ്റുള്ളൂ. അതായത് അകത്തേക്ക് പോകാനും പുറത്തേക്ക് വരാനും കൂടെ ഒരു കുഞ്ഞു ക്യാവിറ്റി ഉള്ളൂ. അപ്പോൾ അതിനകത്തോട്ട് കയറി പോകുന്ന ഒരു റേഡിയേഷൻ്റെ ഇത് നോക്കുക. അതാണ് ഞാൻ ആരായിട്ട് കാണിച്ചേക്കുന്നത്. പല വോളിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടി പോയി അവസാനം ആ വോളിലങ്ങ് അബ്സോർബ് ചെയ്യുകയാണ്. എന്നിട്ട് ആ വോൾസ് കണ്ടിന്യൂസ്ലായിട്ട് ഈ റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, പിന്നെ റീഎമിറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ സ്പെക്ട്രം എങ്ങനെയാണെന്ന് നോക്കാം. സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയാണ്, വൈ ആക്സിസിൽ സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റിയാണ്. അതാണ് യുന്യു ഡിന്യു ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ആ സ്പെക്ട്രം വരച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു പെക്യുലർ ആയിട്ടുള്ള ഷേപ്പൊക്കെ ഉണ്ടല്ലേ. അതായത് ഫ്രീക്വൻസി തീരെ കുറവാണെങ്കിൽ സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി തീരെ കുറവാണ്, 0 ആണ്. അതായത് ഫ്രീക്വൻസി 0 ആകുമ്പം മറ്റേ 0 ആണ്. പിന്നെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കൂടി ഒരു പീക്ക് എത്തുന്നുണ്ട്, ഒരു മാക്സിമം എത്തുന്നുണ്ട്. ആ പീക്ക് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? കുറയുകയാണ് ചെയ്യണേ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് ഉള്ളത്. ഇത് 2 ടെമ്പറേച്ചറിലേക്ക് കാണിക്കുന്നുണ്ട്. T1ഉം T2ഉം 2 ടെമ്പറേച്ചറിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പം ചെറിയ ടെമ്പറേച്ചർ ആണെങ്കിലും വലിയ ടെമ്പറേച്ചർ ആണെങ്കിലും എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ ടെമ്പറേച്ചർ ആണെങ്കിൽ എന്താണ്? ആ കർവ് കവർ ചെയ്യുന്ന ഏരിയ കുറവാണ്. കൂടിയ ടെമ്പറേച്ചർ ആണെങ്കിൽ അതിൻ്റെ കർവ് കവർ ചെയ്യുന്ന ഏരിയ കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കും എമൗണ്ട് ഓഫ് റേഡിയേഷൻ കൂടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇരുമ്പിൻ്റെ എക്സാമ്പിളിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് ആദ്യത്തേത് ബ്രൈറ്റ് അല്ലായിരുന്നു, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്താണ്? ഭയങ്കരമായിട്ട് ബ്രൈറ്റ്നസ് കൂടുന്നുണ്ട്.
അത് ഒന്നാമത്തെ ഒബ്സർവേഷൻ. രണ്ടാമത്തെ ഒബ്സർവേഷൻ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ പീക്കിൻ്റെ പൊസിഷൻ ഹയർ ഫ്രീക്വൻസിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ ഇരുമ്പിൻ്റെ എക്സാമ്പിളിൽ പറഞ്ഞു തന്നെയാണ് അല്ലേ. ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കും അത് ടെമ്പറേച്ചർ കുറഞ്ഞ ടെമ്പറേച്ചറിൽ റെഡായിരുന്നു, കുറച്ചും കൂടെ ടെമ്പറേച്ചർ കൂടിയപ്പോൾ ഓറഞ്ചായി, ഫ്രീക്വൻസി കൂടി. അപ്പം അതായത് ടെമ്പറേച്ചറിനും ഫ്രീക്വൻസിയും നമ്മൾ ഡിപ്പെൻഡൻസ് ഉണ്ടല്ലോ മാക്സിമം ഫ്രീക്വൻസിക്ക്. അപ്പം മാക്സിമം ഫ്രീക്വൻസിയല്ല, പീക്കിൻ്റെ ഫ്രീക്വൻസിക്ക്. അപ്പം അത് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പെൻഡൻസിനെ നമുക്ക് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് വിളിക്കാം. വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോയിൽ ഫ്രീക്വൻസി അല്ല വേവ് ലെങ്തിൻ്റെ അനുസരിച്ചിട്ടാണ് വരിക. പക്ഷേ വേവ് ലെങ്തും ഫ്രീക്വൻസി നമ്മൾ ഡിപ്പെൻഡൻസ് ഉണ്ടോ എന്നുള്ളൂ നിങ്ങൾ ഓർത്തോണം. അപ്പം ലാംഡ മാക്സ് മൾട്ടിപ്ലൈഡ് ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നാണ് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. ലാംഡ മാക്സ് എന്ന് പറയുന്നത് പീക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്താണ് ഉള്ളത്. ഇനി ഈ കർവ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉള്ള ഒരു അറ്റംപ്റ്റാണ് റെയ്ലേ ജീൻസ് ഫോർമുല എന്ന് പറയുന്നത്. റെയ്ലേ ജീൻസ് ഫോർമുലയ്ക്കകത്ത് നമ്മൾ എടുക്കുന്നത് അത് സ്റ്റാൻഡിങ് വേവ് ആയിട്ടാണ് ഈ റേഡിയേഷനെ നമ്മൾ മോഡൽ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാൻഡിങ് വേവ് ആകണമെങ്കിൽ എന്ത് വേണം, ആ ക്യാവിറ്റിയുടെ വോൾസിലായിരിക്കണം നോഡ്സ് വരേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാത്ത് ലെങ്തും വേവ് ലെങ്തും തമ്മിലൊരു ഡിപ്പെൻഡൻസ് വേണം. അതായത് അതിൻ്റെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ ബൈ 2ൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം. ആ ഒരു അസംഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതായത് രണ്ട് ഫ്രീക്വൻസി കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അടുത്തടുത്തുള്ള രണ്ട് ഫ്രീക്വൻസി കൺസിഡർ ചെയ്യുകയാണ്. ന്യൂ പ്ലസ് ഡി ന്യൂവും കൺസിഡർ ചെയ്യുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള എത്ര സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാകാൻ പറ്റും. അപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമുലയുണ്ട്. അതാണ് ജി ന്യൂ ഡി ന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് കോൺസ്റ്റൻറ്റും ഒക്കെ ഉണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂ സ്ക്വയർ ആണ് ഉള്ളത്. ന്യൂ സ്ക്വയർ ഡി ന്യൂ ആണ്. ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. 8 ആണെങ്കിലും പൈ ആണെങ്കിലും സി ആണെങ്കിലും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്നത് ആവറേജ് എനർജി പെർ സ്റ്റാൻഡിങ് വേവ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഫിസിക്സിനകത്തൊരു തിയറി ഉണ്ട്, ഇക്വിപാർട്ടീഷൻ തിയറി എന്നാണ് പറയുന്നത്. അതായത് എല്ലാ മോഡിലും ഉള്ള എനർജി ഈക്വൽ ആയിട്ടാണ് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മോഡിലും kB/12 ആണ് എനർജിയൊക്കെ വരിക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ പോകണ്ട, ഇത് മാത്രം ഓർത്താൽ മതി. ആവറേജ് എനർജി പെർ സ്റ്റാൻഡിങ് വേവ് എന്ന് പറയുന്നത് എന്താണ്, kBT ആയിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതാണ് റെയ്ലേ ജീൻസ് ഫോർമുലയിൽ. അപ്പോൾ സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പം അതിലും കുറച്ച് കോൺസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട്. കോൺസ്റ്റൻസ് ഒക്കെ വന്നോട്ടെ. ടി ഉണ്ട്. ടിയിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസ്, അതായത് ടി കൂടുന്നതിനനുസരിച്ചിട്ട് ഈ സംഭവം മൊത്തമായിട്ട് കൂടും. ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ന്യൂവിൻ്റെ സ്ക്വയർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്ലോട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു കോൺസ്റ്റൻറ്റ് ടിയിലാണല്ലോ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അപ്പം അത് എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയാണ്, വൈ ആക്സിസിൽ സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റിയാണ്. സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി ആണെങ്കിൽ ന്യൂ സ്ക്വയറിനനുസരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് സ്ക്വയർ പോലത്തെ ഒരു കർവാണ് വരിക. അപ്പോൾ അതാണ് RJ എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. സ്ക്വയർ പോലത്തെ ഒരു ഫംഗ്ഷനാണ്, എക്സ് സ്ക്വയർ പോലെയാണ്, ഫ്രീക്വൻസിയുടെ സ്ക്വയറാണത്. പക്ഷേ ഒബ്സർവ്ഡ് ആണെങ്കിൽ ഇനീഷ്യലി ഇത് രണ്ടും മാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒബ്സർവ്ഡിനകത്തൊരു പീക്കും ഉണ്ട്, അത് കഴിയുമ്പോൾ പിന്നെ താഴോട്ടാണ്. അത് പക്ഷേ ഈ റെയ്ലേ ജീൻസ് ഫോർമുല വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഹയർ ഫ്രീക്വൻസിയിൽ റെയ്ലേ ജീൻസ് അനുസരിച്ചിട്ട് സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹയർ ഫ്രീക്വൻസി, വലിയ ഫ്രീക്വൻസിയുടെ സ്ക്വയർ അനുസരിച്ച് പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫിനിറ്റി ആവണം. പക്ഷേ ഒബ്സർവ് ചെയ്യുന്ന എന്താണ്, ഭയങ്കര വലിയ ഫ്രീക്വൻസി ആണെങ്കിൽ 0 ആണ് വരേണ്ടത്. കാരണം ആ പീക്ക് കുറഞ്ഞു വരണമല്ലോ, പീക്ക് കഴിഞ്ഞിട്ടുള്ളത് കുറഞ്ഞു വരണം. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മളുടെ തിയറിയുടെ ഒരു ദുരന്തമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്താ വിളിക്കുന്നത്, അൾട്രാ വയലറ്റ് കറ്റാസ്ട്രോഫി എന്നാണ് ആ കാര്യത്തിനെ നമ്മൾ വിളിക്കുന്നത്. അതായത് തിയറിയും നമ്മളുടെ ഒബ്സർവേഷനും കൂടെ നമ്മൾ മാച്ച് ആവുന്നില്ല. എവിടെയാണ് മാച്ച് ആവാത്തത്, അൾട്രാ വയലറ്റ് റീജിയൻ അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി റീജിയനിലാണ് മാച്ച് ആവാത്തത്.
ഇനി അത് സോൾവ് ചെയ്യാനായിട്ട് പ്ലാങ്കാണ് സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ പ്ലാങ്ക് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യുന്ന ഒരു ഫോമുല അങ്ങോട്ട് ആദ്യം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ജസ്റ്റിഫിക്കേഷൻ വേണമല്ലോ. അപ്പോൾ ജസ്റ്റിഫിക്കേഷന് വേണ്ടി പ്ലാങ്ക് പറയുകയാണ് എനർജി എന്ന് പറയുന്നത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അബ്സോർബ് ചെയ്യാനോ എമിറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. എനർജി അബ്സോർബ് ചെയ്യുന്നതും എമിറ്റ് ചെയ്യുന്നതും ഒരു ഡിസ്ക്രീറ്റ് യൂണിറ്റുകളിലേ പറ്റുള്ളൂ. അതിനെ ക്വാണ്ട എന്നാണ് വിളിക്കുന്നത്. ഓരോ ക്വാണ്ടയ്ക്കും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള എനർജിയൊക്കെ ഉണ്ട്. ഒരു ക്വാണ്ടയുടെ എനർജി എത്രയാണ്? എച്ച് ന്യൂ ആണ് ഫ്രീക്വൻസി. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ഒക്കെയാണ്. ഇനി പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല എന്ന് പറയുമ്പോൾ അത് എഗെയിൻ സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി തന്നെയാണ്. അതിനകത്ത് കോൺസ്റ്റൻസും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വ്യത്യാസം വരുന്നത് നേരത്തെ നിങ്ങൾക്ക് ന്യൂ സ്ക്വയർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വരുന്നത് ന്യൂ ക്യൂബാണ്. ന്യൂ ക്യൂബും പിന്നെ ഡിനോമിനേറ്ററിൽ നിങ്ങൾക്ക് എക്സ്പോണൻഷ്യൽ ഓഫ് എച്ച് ന്യൂ ബൈ കെ ബി ടി മൈനസ് 1 വരുന്നുണ്ട്. ഇനിയിപ്പം ഹയർ ഫ്രീക്വൻസിയിലാണെന്ന് വിചാരിക്കും, വളരെ ലാർജ് ഫ്രീക്വൻസിയിലാണെങ്കിൽ എന്ത് പറ്റും? എച്ച് ന്യൂ ആണ് ഡോമിനേറ്റ് ചെയ്യുക അല്ലേ. എച്ച് ന്യൂ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ കെ ബി ടി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആ എക്സ്പോണൻഷ്യൽ ടേം എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആയിട്ട് മാറും. അത് ഇൻഫിനിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ സംതിങ് ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി ആയിട്ട് വരും. എന്ന് വെച്ചാൽ എത്രയാണ്? നിങ്ങളുടെ സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി 0 ആകും. അതല്ലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വളരെ ഹൈ ഫ്രീക്വൻസിയിൽ സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി 0 എന്ന് തന്നെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത്. അപ്പം അൾട്രാ വയലറ്റ് കറ്റാസ്ട്രോഫി ഒഴിവാക്കി കിട്ടി. ഇനിയിപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ എന്താണെന്ന് നോക്കുക. ലോ ഫ്രീക്വൻസിയിലാകുമ്പോൾ എച്ച് ന്യൂ വുഡ് ബി മച്ച് ലെസ് ദാൻ കെ ബി ടി എന്ന് വരും. അപ്പം എച്ച് ന്യൂ ബൈ കെ ബി ടി വുഡ് ബി മച്ച് ലെസ് ദാൻ 1 എന്ന് വരും. ഇനി 1 ബൈ എക്സ്പോണൻഷ്യൽ ഓഫ് എച്ച് ന്യൂ ബൈ കെ ബി ടി ആ ടേം ഉണ്ടല്ലോ, ആ ടേമിൽ എക്സ്പോണൻഷ്യലിൻ്റെ എക്സ്പാൻഷൻ എഴുതുക. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. എന്നിട്ട് നമ്മൾ ഹയർ ഓർഡർ ടേംസ് ഒക്കെ നെഗ്ലക്റ്റ് ചെയ്യാം. ഹയർ ഓർഡർ ടേംസ് ഒക്കെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ടേം എന്ന് പറയുന്നത് കെ ബി ടി ബൈ എച്ച് ന്യൂ എന്ന് എഴുതാൻ പറ്റും. ഇത് ഒരു 2 സ്റ്റെപ്പിൽ കിട്ടേണ്ടതാണ്. ഇൻ കേസ് നിങ്ങൾ എഴുതി നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് എഴുതി കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ഈ 1 ബൈ എക്സ്പോണൻഷ്യൽ ആ ടേമില്ലേ, അതിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? കെ ബി ടി ബൈ എച്ച് ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോർമുല കിട്ടും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? റെയ്ലീ ജീൻസ് ഫോർമുലയുടെ സെയിം ആണ്. അപ്പോൾ പ്ലാങ്ക്സ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഫ്രീക്വൻസിയിൽ റെയ്ലീ ജീൻസും ഹയർ ഫ്രീക്വൻസിയിൽ 0യുമാണ് കിട്ടുക. എന്ന് വെച്ചാൽ എന്താണ്? എക്സ്പെരിമെൻ്റലി നമ്മൾ ഒബ്സർവ് ചെയ്ത അതേ കർവ് പ്ലാങ്ക്സ് ഫോർമുലയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാങ്ക്സ് ഫോർമുല പെർഫെക്റ്റ്ലി എക്സ്പ്ലെയിൻസ് ദ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം. അതായത് പ്ലാങ്ക്സ് ഫോർമുല കൊണ്ടാണ് ബ്ലാക്ക് ബോഡി സ്പെക്ട്രം നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്.